കർത്താവെ, ഇന്ന് ഞങ്ങൾ ഈ ആലയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഞങ്ങളെ മടക്കി അയക്കില്ല. അങ്ങയുടെ സാന്നിധ്യം രുചിച്ചറിഞ്ഞിട്ട് മാത്രമേ ഞങ്ങളെ മടക്കി അയക്കാറുള്ളൂ. കർത്താവെ, മുട്ടോളം പോരാ കർത്താവെ, അരയോളം പോരാ, പക്ഷെ നീന്തി കുളിച്ചൊരാനപ്പോൾ കർത്താവെ അങ്ങേ മുങ്ങിയൊരാനപ്പോൾ ഞങ്ങൾക്ക് തരണമെന്ന് അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഫോർ നെക്സ്റ്റ് 2 minutes, അടുത്ത 2 minutes നമുക്ക് ഒന്ന് ആരാധിക്കാം. സ്നേഹത്തിൻ്റെ വീതിയും നീളവും മാനങ്ങളും ഉയരവും മാറയുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും മാനങ്ങളും ഉയരവും മാറയുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല ഹരയോളവും പോരാ, നിന്നെ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല ഹരയോളവും പോരാ, നിന്നെ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും മാനങ്ങളും ഉയരവും മാറയുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും മാനങ്ങളും ഉയരവും മാറയുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല സമയയോളവും പോരാ, നിന്നെ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നെ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. എൻ ജീവനേ ആരാധ്യനേ, എൻ യേശുവേ, എൻ യേശുവേ, എൻ ജീവനേ ആരാധ്യനേ, എൻ യേശുവേ. ഉമ്മാ അപ്പാ, ഉമ്മാ യേശുവേ, ഉമ്മാ റുഹ, ഉമ്മാ 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 അപ്പാ, ഉമ്മാ യേശുവേ, ഉമ്മാ റുഹ, ഉമ്മാ ഉമ്മാ. Hallelujah. Hallelujah. Let's just get into it. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യും. ഓർ ഐ വോണ്ട് പുട്ട് ഇറ്റ് ദിസ് വേ, നമ്മുടെ ലൈഫിൽ ഒരു വിടുതൽ നടക്കാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട, പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഓടിക്കയറിയാൽ മതി. അതിന് 2 സമൂവേൽ 5:20 ഒരാൾക്ക് വായിക്കാവോ? 2 Samuel chapter 5 verse 20. Amen. അങ്കിൾ ആ വെള്ളച്ചാട്ടം പോലെ അത് ഒന്നുകൂടെ വായിക്കാവോ?
Amen. So വെള്ളച്ചാട്ടം പോലെ എൻ്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. സോ ഇംഗ്ലീഷിൽ ഇറ്റ്സ് റിട്ടൻ ദ ലോർഡ് ഹാഡ് ബ്രോക്കൺ ഫോർത്ത് തകർത്ത് കളഞ്ഞു. അതിന്റെ ഗ്രീക്കിന്റെ പദം എന്ന് വെച്ചാൽ പറാസ് എന്നൊരു പദമാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കർത്താവിന്റെ ദേഷ്യം. കർത്താവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ ദേഷ്യം വരുമോ? കർത്താവ് ദേഷ്യം വരുമോ? ആർക്കും മുസ്ലിം കർത്താവ് ദേഷ്യം, നമ്മുടെ കർത്താവ് ദേഷ്യം വരുമോ? ഉറപ്പായിട്ട് ദേഷ്യം വരും. നമ്മുടെ ഏത് പ്രശ്നത്തിലും പിശാച് നമ്മളെ എത്ര ബന്ധിച്ചിടാൻ നോക്കിയാൽ കർത്താവിന്റെ ദേഷ്യം മതി നിന്നെ പുറത്തു കൊണ്ടുവരാൻ. ഇഫ് ഗോഡ് ഈസ് ആംഗ്രി, ദൈവത്തിന്റെ ഒരു ദേഷ്യം മതി നമ്മളെ പുറത്തു കൊണ്ടുവരാൻ. അതിനെ ഗ്രീക്കിൽ ദാവീദ് പറഞ്ഞ കർത്താവിന്റെ ദേഷ്യം, ആ ബ്രോക്കൺ ഫോർത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ ക്രോധമാണ്, ഗോഡ്സ് wrath. അപ്പോ കർത്താവിന്റെ ദേഷ്യം മനുഷ്യരോടാണോ? അല്ല, കർത്താവിന്റെ ദേഷ്യം നമ്മളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളോടാണ്. അല്ലെ പിശാചിനെ പുറത്താണ് കർത്താവിന്റെ ദേഷ്യം എപ്പോഴും, മനുഷ്യരോടല്ല. എന്നുവെച്ചാൽ മനുഷ്യരോടല്ലാതെ പറയുന്ന കാരണം ബിക്കോസ് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവന്റെ ഇൻ ഹിസ് ഇമേജ്, കർത്താവിന്റെ ഇമേജിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടികർത്താവായ ദൈവം നമ്മളോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് ഇടയ്ക്ക് തർക്കിക്കാറുണ്ട്. തർക്കിച്ച് ഇറ്റ്സ് എ വെരി കോമൺ തിങ്. തർക്കിച്ചിട്ട് ഞാൻ പപ്പയുടെ അടുത്ത് പറയാറുണ്ട്, പപ്പ വെരി സോറി, പപ്പനെ വേദനിപ്പിച്ചതെന്ന്. അപ്പോൾ എൻ്റെ പപ്പ എന്നൊരു കാര്യം പറയാറുണ്ട്, അത് ടു ദിസ് ഡേറ്റ്സ് എൻ്റെ മനസ്സിലെപ്പോഴുണ്ട്. ജസ്റ്റിൻ, ഞാൻ എങ്ങനെ നിന്റെ ദേഷ്യപ്പെടുന്നത്? നീ എൻ്റെ മോനല്ലേ? അപ്പോൾ ഞാൻ ചിന്തിക്കും, പിതാവായ ദൈവം ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ അപ്പൻ എന്നെ നോക്കുന്നത് സ്നേഹത്തോടെ മാത്രമാണ്. അവൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ മുൻപിൽ എപ്പോഴും അവൻ്റെ മകനാണ്. ഞാൻ എൻ്റെ അപ്പനെ അപ്പാനൊന്ന് വിളിക്കുമ്പോൾ അവൻ ഓടി നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ ആർക്കൊക്കെ വിശ്വാസമുണ്ട് ഈ സഭയിൽ? ആർക്കൊക്കെ വിശ്വാസമുണ്ട് നമ്മൾ അപ്പാനൊന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ ഓടി അടുത്തോട്ട് വരുമെന്ന്? പിശാച് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു വാക്ക് അപ്പാന്. അവന് വിളിക്കാൻ അവന് അധികാരമില്ല. പക്ഷെ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അപ്പാന് വിളിക്കാനായിട്ട് അധികാരം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സോ the next point, ആദ്യത്തെ കർത്താവിന്റെ ദേഷ്യം അല്ലെ ദൈവത്തിന്റെ ക്രോധം മനുഷ്യരുടെ പുറത്തല്ല, പക്ഷെ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിന്റെ പുറത്താണ്. or it is his wrath is upon things that is holding us. And അടുത്ത പോയിന്റ്, നമുക്ക് ആ വെള്ളച്ചാട്ടം പോലെ ആ പോയിന്റ് ഒന്ന് വായിക്കുമോ? Okay, so what's this? അടുത്ത വെള്ളച്ചാട്ടം പോലെ പുതിയ നിയമത്തിൽ വെള്ളച്ചാട്ടം പോലെ നബി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ. എല്ലാവരും പറഞ്ഞ പരിശുദ്ധാത്മാവ. ഉറക്കെ പറ, പരിശുദ്ധാത്മാവ് സന്തോഷിക്കട്ടെ. Amen. So the church should be always energetic. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കർത്താവിന്റെ ആലയത്തിൽ നമ്മൾ ഒന്നും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഏറ്റവും കർത്താവിനുള്ള മഹത്വം കർത്താവിനെ കൊടുത്തേക്കണം. ഹല്ലേലൂയ. സോ അടുത്ത വെള്ളച്ചാട്ടം പോലെ. സോ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് വെള്ളച്ചാട്ടം അല്ലെ നദികള് പരിശുദ്ധാത്മാവിനെ പറ്റിയാ പറയുന്നത്. എല്ലാവരും പറയാം പരിശുദ്ധാത്മാവേ. സോ ഓരോ തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരണ്ടേ. കർത്താവ് അവസ്ഥകൾ മാറ്റത്തില്ല, പക്ഷേ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ അതിനെ ഓരോന്ന് ചാടി കടക്കും. നമ്മുടെ ബലത്തിലല്ല, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ബലത്തിലാണ് ചാടി കടക്കുന്നത്. ഹല്ലേലൂയ. അതിന് യെശയ്യാ 10:27 പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ പുറത്ത് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ഓർമ്മ. Isaiah chapter 10 verse 27.
അത് മതി. സോ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഏത് നുകം ആണെങ്കിലും അത് ഒടിഞ്ഞു പോകും. അത് മനുഷ്യന്റെ ബലത്തിലല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമാണ് അവൻ നമ്മുടെ സഹായം. ഹീസ് ആർ ഹെൽപ്പർ. നമുക്ക് മധ്യസ്ഥനായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഏത് പ്രതിസന്ധി, നമ്മൾ എത്ര വലിയ വിഷമത്തിൽ കടന്നു പോയാലും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ ശബ്ദം എപ്പോഴും ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ശബ്ദം. ദൈവം തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല. ഇത് ഏറ്റവും വലിയ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ഇത്. ഹല്ലേലൂയ. സോ ആദ്യത്തെ പോയിന്റ്, കർത്താവിന്റെ ദേഷ്യം, കർത്താവിന്റെ ക്രോധം നമ്മളെ പിടിച്ചു കിട്ടുന്ന ഓരോ സാഹചര്യത്തിൽ. സെക്കൻഡ്, കർത്താവ് നമ്മൾ ഓരോ തവണ പ്രാർത്ഥിക്കുക, കർത്താവേ നീ എന്നെ പുറത്ത് കൊണ്ടുവരണം. ഇന്ന സാഹചര്യത്തിൽ അല്ലെ ഇന്ന ഒരു ബന്ധത്തിൽ നീ എന്നെ പുറത്ത് കൊണ്ടുവരുമ്പോൾ കർത്താവ് അതിന് പുറത്ത് മാത്രമല്ല കൊണ്ടുവരുന്നത്, കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് തരുന്നത്. അതിനെ ജയിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ എല്ലാ മുഖങ്ങളും തകർന്ന് മാറും. ഇതാരൊക്കെ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ പുറത്തുള്ള ചില മുഖങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് തകർന്ന് പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് അന്യഭാഷയെ കുറിച്ച് ഒരു 30 സെക്കൻഡ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്, പ്രൈസ് ബി ടു ഗോഡ്, പ്രൈസ് ബി ടു ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ബി ടു ഗോഡ്, പ്രൈസ് ബി ടു ഗോഡ്. പോലെയോ റെബേ ശാമല നഗര പൗര ഇതര പൗര നഗര പൗര സന്ദൽ പൗര റാപാല സന്ദല അന്തൽ പൗരനാമ ശാമല റോബോ പോലെയോ റിപാകാല റോബോ പോലെയോ ശാമല റോബോ പോലെയോ റാപാല ശാമല നഗര പൗരനാമ റിബൽ പൗര. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും ആലോചിച്ചാൽ നമ്മൾ ഓരോ തവണ കർത്താവിനോട് പറയും, കർത്താവെ എൻ്റെ സാഹചര്യം മാറ്റിയെങ്കിൽ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി തരും. നമ്മൾ കഴുകനെ പോലെ ചിറക് അടിച്ചു ഉയരും. ഓരോ പ്രതിസന്ധിയുടെ മേൽ we will fly higher. അതാ ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ദാവീദ് പറഞ്ഞ, കർത്താവെ നീ എൻ്റെ അങ്ങനെ അത് മലയാളത്തിൽ എൻ്റെ ശത്രുക്കളെ വെള്ളച്ചാട്ടം പോലെ തകർന്നു കളഞ്ഞു. സോ ഇത് മനസ്സിലാക്കിയ ദാവീദ് പറഞ്ഞത്, കർത്താവേ നീ എൻ്റെ ശത്രുക്കളെ വെള്ളച്ചാട്ടം പോലെ തകർത്ത് കളഞ്ഞില്ല. പുതിയ നിയമത്തിൽ നമുക്ക് മനുഷ്യന്മാരായിട്ടുള്ള ശത്രുക്കൾ അല്ല. We wrestle against flesh and blood. മലയാളം അറിയുന്നില്ല, പക്ഷേ we wrestle against flesh and blood. നമ്മൾ പൈശാചിക മണ്ഡലത്തിലേക്ക് നമ്മുടെ യുദ്ധം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജയിക്കാൻ മനുഷ്യന്റെ ബലമല്ല, കർത്താവിന്റെ ബലം തന്നെ വേണം. നമുക്ക് ജയിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രമേ ഉള്ളൂ. നമ്മുടെ അസറ്റ് എന്ന് പറയുന്ന ലോകത്ത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. എത്ര വലിയ വീടും വണ്ടിയും ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് മാത്രമാണ് നമ്മുടേത്. പരിശുദ്ധാത്മാവ് മാത്രമാണ് നമ്മുടേത്. പരിശുദ്ധാത്മാവിന് വിട്ടിട്ട് ജീവൻ വേണ്ട ദൈവത്തോട് പറ, കർത്താവേ പരിശുദ്ധാത്മാവിനെ വിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനോടാണ് പറ. ഹല്ലേലൂയ. The next ലൂക്കോസ് ഇന്ന് പാസ്റ്റർ പറഞ്ഞപോലെ നമ്മൾ മറ്റുള്ളവർക്ക് കൃപ കാണിക്കണം. ദൈവം നമ്മൾ അതിനുവേണ്ടി വിളിച്ചു. അപ്പോൾ ഒരാൾ ബലപ്പെട്ട് ഇരിക്കുവാണെങ്കിൽ വേറൊരാളെ അവന്റെ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഇടുക്കി നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ സഭയുടെ ഉത്തരവാദിത്വമാണ്. ഇറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ചർച്ച് ടു സ്റ്റാൻഡ് ഇൻ ദി ഗ്യാപ്പ്. മറ്റുള്ളവർക്ക് ഇടുക്കി നിന്ന് അവനെ പുറത്ത് എന്ത് സാഹചര്യത്തിൽ പുറത്ത് അവൻ കടന്നുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് ലൂക്കോസ് 4:18 വായിക്കാം. 18-19. So what is കർത്താവിന്റെ കർത്താവിന്റെ ആത്മാവ് എന്റെ പുറത്ത് യഹോവയുടെ ആത്മ എന്റെ പുറത്ത്. The Spirit of the Lord is upon me. ദൈവത്തിന്റെ ആത്മാവ് എന്റെ പുറത്ത് ഉണ്ടെന്ന. അപ്പോൾ ഈ സമയത്ത് എസ്പെഷ്യലി അന്ത്യകാലത്ത് സഭ ഏറ്റവും കൂടുതൽ ബലപ്പെടുന്ന സമയങ്ങളാണ്. അന്യരെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന സമയങ്ങൾ
വേണ്ട സമയം, ഏറ്റവും കൂടുതൽ നമ്മൾ സുവിശേഷം പറയേണ്ട സമയം, സുവിശേഷം വാക്കിനായി മാത്രമല്ല നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിക്കേണ്ട സമയങ്ങളാണ്. അതിനുവേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അധികമായി വേണ്ടത്. ആൻഡ് സോ എൻ്റെ ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു കർത്താവിന്റെ ക്രോധം, രണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി. മൂന്നാമത് നമുക്ക് എല്ലാവർക്കും യോശുവയുടെ കഥകളാണ്. ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിൽ കൊച്ചുനാൾ തൊട്ട് പഠിക്കുകയാണ്. നദി കവിഞ്ഞൊഴുകി പെട്ടകെടുത്ത് പുരോഹിതന്മാർ പെട്ടകം കൊണ്ട് കാലെടുത്ത് വെച്ചു, നദി പിന്നോട്ട് പോകാം. അതെല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ ഇത് വായിക്കുമ്പോൾ ഞാൻ അന്തിച്ചൊരു കാര്യം, ജോഷുവ ചാപ്റ്റർ 3, യോശുവ 3:13 എടുക്കാവോ? മേലിൽ അപ്പോൾ യോർദാൻ ഒഴുകുന്ന താഴോട്ടാണ്. യോർദാൻ ഒഴുകുന്ന താഴോട്ടാണ്. ഒരു സംഭവം ഒരു താഴോട്ട് ഒഴുകുമ്പോൾ അതിന്റെ ശക്തിയും അതിന്റെ വേഗതയും കൂടും. പറഞ്ഞ ശക്തിയും അതിന്റെ വേഗതയും കൂടും. പറ, ഓർക്കെ പറ. ഒരു സൺഡേ രാവിലെ കുറച്ചുകൂടി വെള്ളമാവട്ടെ. പറ, ശക്തിയും അതിന്റെ വേഗതയും കൂടും. സോ പുരോഹിതന്മാര് പെട്ടകമെടുത്ത് കാല് വെച്ച സ്ഥലം, അപ്പോ നദി ഓടിക്കൊണ്ടിരിക്കുന്ന സമയം മേളിന് താഴോട്ട് ഒഴുകുമ്പോൾ അതിന്റെ ശക്തിയും അതിന്റെ വേഗതയും കൂടും. The speed and the force of it കൂടും. കൂടും. പക്ഷെ ഞാൻ പറയട്ടെ, എത്ര വലിയ സ്പീഡിലും എത്ര വലിയ ശക്തിയാണെങ്കിലും കർത്താവിന്റെ പെട്ടകം, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിലേക്ക് ഒരു കാലെടുത്ത് വെച്ചാൽ, ഞാൻ പറയട്ടെ, എത്ര വലുതാണെങ്കിലും അത് പുറകോട്ട് തന്നെ വരും. അത് നമ്മുടെ മുഖല്ല, അത് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ബലമാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ബലമാണ് പറഞ്ഞേ. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് എന്തുവാ? ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ബലത്തിലോ നമ്മുടെ നീതി പ്രവർത്തിയിലാണ്, ഒരിക്കലുമല്ല. കർത്താവിന്റെ ഫേവർ, ഇതെല്ലാം കർത്താവിന്റെ ഫേവറാണ് നടക്കുന്നത്. നമുക്കെതിരെ വരുന്ന പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ പിന്മാറി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവിന്റെ സാന്നിധ്യം ഓൾറെഡി നമ്മുടെ ലൈഫിലുണ്ട്. അത് ശക്തമായി നമ്മുടെ ലൈഫിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, എത്ര വലിയ സ്പീഡിലും അല്ലെ എത്ര വലിയ വേഗതയിലും എത്ര വലിയ ശക്തിയിലും ശത്രുവിന്റെ പുറത്ത് വന്നാലും ഞാൻ പറയട്ടെ, കർത്താവിന്റെ സാന്നിധ്യം മതി, കർത്താവിന്റെ സാന്നിധ്യം മതി, കർത്താവിന്റെ സാന്നിധ്യം മതി. അതെല്ലാം പിന്നിലോട്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ചർച്ചിന്റെ പ്രാർത്ഥന എന്താവട്ടെ? ഇപ്പോൾ ചർച്ചിന്റെ പ്രാർത്ഥന എന്താവട്ടെ? കർത്താവേ, ഞങ്ങൾക്ക് അധികമായി നിന്റെ സാന്നിധ്യം വേണം. അങ്ങ് ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കണം. കർത്താവിനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. എന്താ പറ്റുന്നത്? കർത്താവ് തന്നെ ഒരു പുതപ്പ് നമ്മുടെ പുറത്തൊരു, അതിന്റെ സ്നേഹത്തിന്റെ ഒരു പുതപ്പ്. അതിനകത്താണെങ്കിൽ ഞാൻ നോ ഡാർക്ക്നെസ്, ഒരു ഇരുട്ടിനോ നിന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കോ നിന്നെ തൊടാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ മാർപ്പിടത്താണ്. നമ്മൾ കർത്താവിന്റെ മാർപ്പിടത്തിൽ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഒരു കാര്യം മാത്രം, കർത്താവേ, നിന്റെ സാന്നിധ്യം എനിക്ക് അധികമായി വേണം. നിന്റെ മാറിന്റെ ചൂട് എനിക്ക് അനുഭവിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് അതിന്റെ അപ്പന്റെ അടുത്ത് പോയി അപ്പാന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ അതുപോലെ ഇൻ ദിസ് ടൈം, ഈ അന്ത്യകാലത്ത് സഭ ഏറ്റവും കൂടുതൽ കർത്താവിന്റെ അടുത്ത് പറ്റിച്ചേർന്നിരിക്കുന്ന സമയങ്ങളായത്. ബിക്കോസ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാണെങ്കിൽ അനേകർ കൂടെ വരും, അനേകർ പുറത്തുനിന്ന് സഭയോട് ഇടിച്ചു കയറും. അതാ മോശ കണ്ടത്. മോശ പർവ്വതത്തിൽ കയറിയ സമയത്ത് ഇസ്രായേൽ മക്കൾ താഴെ നോക്കി മഹത്വം ഇറങ്ങുന്നത്. ഈ സമയത്ത് ഞാൻ പറയട്ടെ, സഭ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ ഉറ്റുനോക്കും, എന്താ ഇവിടെ നടക്കുന്നതെന്ന് അവർ ഓടി വരും സഭയിലോട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. So I just want to wind up. എനിക്ക് നിർത്തേണ്ട സമയം. ബട്ട് അഗൈൻ ഞാൻ എൻ്റെ പോയിന്റ്സ് പെട്ടെന്ന് പറയാം. ആദ്യമേ കർത്താവിന്റെ ക്രോധം. നമ്മൾ ഓരോ തവണ കർത്താവിന് പറയുമ്പോൾ, കർത്താവെ എന്നെ ഇന്ന സംഭവത്തിൽ പുറത്തു കൊടുക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മുടെ പുറത്ത് ഇടുന്നത്. അതിനെ ജയിക്കാനായിട്ട് നമ്മൾ എത്ര വലിയ അഡിക്ഷനിലൂടെ കടന്നു പോയാലും കർത്താവിന്റെ ശക്തിയാണ് നമ്മളെ ഇതിനെ ഓരോ ചാടി കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ പുറത്തുണ്ട്, നമ്മുടെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവ് അവന്റെ ബലത്താൽ നമുക്ക് മറ്റുള്ളവരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. കർത്താവിന്റെ
തലത്തിലേക്ക് മറ്റുള്ളവരെ ചർച്ചിലോട്ട് കൊണ്ടുവരാനല്ല, മറ്റുള്ളവരെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സാന്നിധ്യം വീണ്ടും രുചിച്ചറിയാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. And the last point, ജോഷുവ 3:13, എത്ര വലിയ കവിൽ ഒഴുക്ക് സ്പീഡി വന്നാലും, എത്ര വലിയ വേഗതയിലെ ശക്തി ശത്രു വന്നു പറഞ്ഞാലും, ഞാൻ പറയട്ടെ, കർത്താവിന്റെ സാന്നിധ്യം മതി, അതെല്ലാം പിന്മാറി പോകും. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ബലമല്ല, പക്ഷെ കർത്താവിന്റെ സാന്നിധ്യം മതി.